കുല്ലഹാ, അല്ലാഹു നോക്കുന്നുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് നീ നാണിക്കേണമേ. മദ്യത്തിന്റെ ചഷകം നിന്റെ കൈകളിൽ പിടിച്ചു നിൽക്കുമ്പോൾ, ഒരു കാമുകിയോടൊപ്പം നീ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നീ ഓർക്കേണമേ, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. ആരാണോ ഇരുളുകളെ പടച്ചത്, ആരാണോ പ്രപഞ്ചത്തിന്റെ കറക്കങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുന്നത്, വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ഷാഹാ. മൂടുപടം പുതക്കുന്ന പോലെ ഭൂമിയെ ഇരുട്ടുകൊണ്ട് പുതക്കുന്നവനായ അല്ലാഹു, ഇരുളുകളെ മറനീക്കി പ്രഭ പരത്തുന്ന പ്രഭാതം കൊണ്ടുവരുന്ന അല്ലാഹു, സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചവനായ ഖാലിഖായ സ്രഷ്ടാവ്, ആ പടച്ച തമ്പുരാൻ ഇരുട്ട് പടച്ചെങ്കിൽ അവൻ എന്നെ കാണുന്നുണ്ട്. യറന്നംലത സൗദാ അല സുഖറത്തി സ്വമ്മാ, കറുകറുത്ത പാറക്ക് മുകളിൽ കൂരിരുട്ടുള്ള ഇരുട്ടിനുള്ളിൽ കറുകറുത്ത ഒരു ജന്തു അരിച്ചു പോകുന്നതും അല്ലാഹു കാണുന്നു എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പടച്ച തമ്പുരാൻ എന്നെ കാണുന്നുണ്ടല്ലോ. ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ പേരാണ് മുത്തഖീ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളെന്ന് പറഞ്ഞ അതാണ്. എന്നല്ലാതെ ആൾക്കാർ മുമ്പ് ഇങ്ങനെ കരയെ, നാലാള് കൂടുമ്പോ ഇങ്ങനെ അല്ലാണ്ട് ജലദോഷം പിടിച്ച പോലെ കരയെ, അതൊന്നും അതൊക്കെ ചിലതൊക്കെ നാടകമായിരിക്കും, ചിലത് ഒറിജിനലായിരിക്കും. പക്ഷേ നിങ്ങൾ ശരിക്കും അള്ളാഹുവിന്റെ മുത്തഖയാണോ എന്ന് നിങ്ങൾ ഒറ്റക്കിരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലേ? إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. كان الإمام أحمد رحمة الله عليه أحمد بن حنبل النبر كان يردد هذه الأبيات. ഈ ബൈത്ത് ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നതാണ്. إذا ما خلوت الدهر يوما فلا تقل. എപ്പോഴെങ്കിലും ഒറ്റക്കിരുന്നു പോയാൽ, കയ്യിൽ ഫോണുണ്ട്, വാട്സപ്പും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, ആരെ വിളിച്ചാലും കിട്ടും, നീയും നിന്റെ ഫോണും നീയും ഒറ്റക്കാണെന്ന് പറയല്ലേ. ഖുൽ അലയ്യ റഖീബു, എന്നെ വീക്ഷിക്കുന്ന ഒരുത്തൻ എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇത് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് നമ്മളൊരു മുസ്ലിം ആകുന്നത്. അത് നമ്മുടെ ചെറുപ്പക്കാർക്ക് സാധിക്കണം. ഞാനൊരു അത്ഭുതകരമായ സംഭവം വഴിയെ ഉദ്ധരിക്കാം. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഒരു അനുഭവം, അദ്ദേഹം കേട്ട ഒരു അനുഭവം. സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബും ബിന്നഹാർ. സവാഉം മിൻകും, it's equal in the sight of Allah. അല്ലാഹുവിന് രണ്ടും ഒരുപോലെയാണ്. മൻ അസറൽ ഖൗൽ വമൻ ജഹറ ബിഹി. If you speak something secretly or loudly, നിങ്ങൾ മെല്ലെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അല്ലാഹുവിന് എല്ലാം ഒരുപോലെയാണ്. ഉറക്കെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല, അല്ലാഹുവിനെ കേൾക്കാൻ. നിങ്ങളുടെ ഖൽബ് പോലും അല്ലാഹുവിനെ കേൾക്കാൻ കഴിയും. ومن هو مستخف بالليل وسارب بالنهار. പകൽ വെളിച്ചത്തിൽ നടക്കുന്നവനും രാത്രിയിൽ ഒളിച്ചിരിക്കുന്നവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുപോലെയാണ്. ഇത് നമുക്ക് ബോധിക്കുമ്പോഴാണ് ആ കുട്ടി ഒരു മുസ്ലിമാണ്, അവളൊരു മുസ്ലിമത്താണ് എന്ന് പറയാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ വിഷയം ഇപ്പൊ ഞാൻ ഒരു വിഷയമെടുത്ത് സംസാരിക്കുകയാണ്. മുസ്തഫ പറഞ്ഞു ഇങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നാട്ടിലൊന്ന് പറയണം. ഇത് പറയാൻ എനിക്ക് എളുപ്പമാണ്, കേൾക്കാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ അത് അതുപോലെ മനസ്സിലേക്ക് ഇറക്കണം.
അതായത് ഈ പറയുന്ന ആശയം നിങ്ങളുടെ കൽബിലേക്ക് നിങ്ങൾ തന്നെ ഇറക്കണം. അതെനിക്ക് പറ്റൂല. നിങ്ങൾ തന്നെ തലന്റെ ഉള്ളിലേക്ക് എടുക്കണം ഈ പറയുന്ന ആശയം. ഇത് ഖുർആനാണ്. ആർക്കും ആരുടെയും ഹൃദയത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അത് അല്ലാഹുവിനെ കഴിയുള്ളൂ. ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ യഖ്ലുബുഹാ കൈഫ യശാ. അല്ലാഹുവിന്റെ കരങ്ങളിലാണ് ഖൽബ് കിടക്കുന്നത്. കാന മിൻ അക്സരി ദുആഇഹി യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ സുജൂദിൽ കടന്നുകൊണ്ട് ഹബീബ് ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കുമായിരുന്നു എന്ന് ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യയും നമ്മുടെ ഉമ്മയുമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്താ ഹബീബ് പറയാ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയം നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തിത്തരയണമേ. ഇസ്തിഖാമത്ത് ഒരു വിഷയമാണ്. നമ്മൾ റമദാനിൽ നല്ല കുട്ടികളായിരിക്കും, റമദാൻ കഴിഞ്ഞാൽ മാറും. അല്ലെ, കഴിഞ്ഞ ഒരു 5 കൊല്ലം നല്ല ഉഷാറായിരുന്നു, ഈ 5 കൊല്ലം ഇച്ചിരി മോശമാണ്. അങ്ങനെ വരാം. ജീവിതത്തിന്റെ ആദ്യകാലങ്ങൾ നല്ല ദീനിയായി ജീവിച്ച കുട്ടിയാ, പക്ഷെ ഇപ്പൊ അവസാനത്തെ 8-10 കൊല്ലം ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ സംഭവിക്കൂലേ? അല്ലാഹുവേ, നീ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. എത്ര നല്ല ഇബാദത്ത് ചെയ്യുന്ന പെണ്ണുങ്ങള്, ദിക്റ് ചൊല്ലുന്നവര്, ദീനിന്റെ സദസ്സുകളിൽ പോയിരിക്കുന്നവര്, ഒരു ചില നേരത്തെ ചിന്തകൾ മതിയാവും, ലൈഫ് അങ്ങോട്ട് കൊളാവുക എന്നൊക്കെ പറയില്ലേ, ജീവിതം അങ്ങ് നശിച്ചു പോകും. ഒരു നേരത്തെ ഒരു ഫോൾസ് ഡിസിഷൻ, റോങ് ചോയ്സ്, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തതിൽ ജീവിതം അങ്ങ് പോയി പോകും. പിന്നെ എന്തിനാ ജീവിച്ചിരുന്നിട്ട് കാര്യം? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറതുൻ വഅജ്റുൻ കബീർ വഅസിറൂ ഖൗലകും ഔ ഇജ്ഹറൂ ബിഹി ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. ഏത് സൂറത്താണ്? സൂറത്തുൽ വാഖിയ ആണോ? സൂറത്തുൽ മുൽക്ക്, തബാറക അല്ലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാഖിയ ഓതുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. ആ പേര് ഓർമ്മ ഉണ്ടായല്ലോ. സൂറത്തുൽ മുൽക്ക്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അല്ലാഹുവിനെ മനസ്സുകൊണ്ട് പേടിക്കുന്നവർ. എന്തിനായി സ്വർഗം എന്ന് പറഞ്ഞത്? കണ്ണുകൊണ്ട് കാണാത്ത ഒരു ലോകത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട്? സത്യസന്ധരായ ഒരാൾ വന്ന് പറഞ്ഞു തന്നു. പിന്നെ സത്യസന്ധമായ ഒരു ഗ്രന്ഥം നമ്മുടെ കൈകളിൽ അല്ലാഹു തന്നു. എന്നിട്ട് നമ്മളൊരു ഹൈ റിസ്ക് എടുക്കുക. എന്താണ് ആ റിസ്ക്? നാളെ പരലോകമുണ്ട്, നാളെ സ്വർഗമുണ്ട്, നാളെ നരകമുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ആ സ്വർഗത്തിന് വേണ്ടി. ആ നരകത്തെ പേടിച്ചിട്ടാണ് നമ്മൾ ചെയ്യാത്തത്. തിന്മ ചെയ്യാൻ ആരോഗ്യമുണ്ട്, കാശുണ്ട്, സമ്പാദ്യമുണ്ട്, അവസരമുണ്ട്, സമയമുണ്ട്. എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു? യാ അല്ലാഹ്, എന്റെ പരലോകത്തെ നിഅമത്ത് എനിക്ക് നഷ്ടപ്പെടരുത് അല്ലേ? അതാണ് സൂറത്തുൽ മുൽക്കിൽ മഹാനായ മാലിക് ഇബ്നു ദീനാർ നന്നാക്കുന്ന ആള്, ഉലകളിൽ ഊതിയിട്ട് ഇരുമ്പ് കാച്ചെന്ന ഒരാൾ, ഇരുമ്പിനെ കണ്ടിട്ടില്ലേ? അത് ചെമന്ന് തക്കാളി പോലെ ചെമന്ന് ചൂടായി നിൽക്കുമ്പോ ചിലപ്പോ വെള്ളത്തിലൊന്ന് മുക്കും, അല്ലെങ്കിൽ മുക്കൂല, എന്നിട്ട് അടിച്ച് പരത്തിയിട്ടാണ് നമ്മളെ കോടാലിയും പിന്നെ എന്താ പറയാ മറ്റു കാര്യങ്ങളും ടൂൾസൊക്കെ അവരുണ്ടാക്കുക അല്ലേ? ഇപ്പൊ നാട്ടിലൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇപ്പൊ ഉണ്ടോ? കൊല്ലന്മാരൊക്കെ ഉണ്ടോ? പഴയ പോലെ ആ ഉമിയൊക്കെ ഇട്ടിട്ട് ഊതിയിട്ട് ഇങ്ങനെ തിരിക്കണ ഉണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനത്തെ ഉല കണ്ടിട്ട് ബോധം കെട്ട് വീണിരുന്ന മഹാന്മാരുണ്ടായിരുന്നു മുൻഗാമികളിൽ, നരകത്തെ പേടിച്ചിട്ട്. ആ തീ ഇങ്ങനെ കത്തുമ്പോഴേ അവിടെ അങ്ങനെ ചുമന്നൊരു നിറം ഇങ്ങനെ വരൂലേ, അത് കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണ മഹാന്മാരുണ്ട്. എനിക്കിപ്പോ പേര് ഓർമ്മ വരുന്നില്ല.
നമ്മുടെ താബിഈങ്ങളിൽ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കണ്ട അത്ഭുതം, കൊല്ലനാണ് സംഭവം ശരി, പക്ഷേ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് പച്ച കൈ കൊണ്ട് അദ്ദേഹം പിടിക്കുന്നു. അപ്പൊ പൊള്ളൂലേ? കൈ വേദനിക്കൂലേ? കൈ കരിഞ്ഞു പോവില്ലേ? ഒന്നും സംഭവിക്കുന്നില്ല. മഹാനായ അല്ലാമ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, മാ ഖിസ്സതുക്, എന്താണ് സഹോദര ഞാൻ ഈ കാണുന്നത്? ഇരുമ്പ് ഇങ്ങനെ പഴുപ്പിച്ച് പച്ച കൈ കൊണ്ട് പിടിക്കേ. ഇലൈക അന്നി യാ ഇമാം, മാലിക് ഇബ്നു ദീനാറെ നിങ്ങൾ എന്നോട് ചോദിക്കല്ലേ, അത് വിടി. ഈ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ കൊല്ലപ്പണി എടുക്കുന്ന ആളെന്നാ, ബ്ലാക്ക് സ്മിത്ത് എന്നതിന് പറയാം അല്ലെ, മലയാളത്തിൽ കൊല്ലൻ എന്ന് പറയും. ഇനി മാസൻ എന്ന് പറഞ്ഞ ആരാരുണ്ടോ? അല്ല, കൊല്ലൻ തന്നെ ഉള്ളു അല്ലേ. അപ്പോ ഇതെന്താണ് കഥ എന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങനെയാണ് ഈ ചൂടുള്ള സാധനം കൈകൊണ്ട് തൊടുന്നത്? ഹാദാ ബൈനി വബൈനല്ലാഹി ജല്ല വഅലാ, മാലിക് ഇബ്നു ദീനാറെ നിങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ, നിങ്ങൾക്ക് വേണ്ട സാമഗ്രികൾ ഞാൻ ഉണ്ടാക്കി തരാം. ഇത് ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ്. എന്തുകൊണ്ട്, എങ്ങനെ എനിക്കിത് സാധ്യമാകുന്നു എന്ന് എന്നോട് ചോദിക്കാതിരിക്കൂ. ആര് പറഞ്ഞു? ഈ കൊല്ലൻ പറഞ്ഞു. ഇമാം അവർകൾ വിട്ടില്ല. അസ്അലുക ബില്ലാഹി ഇല്ലാ അഖ്ബർതനി ബിൽ ഖബർ, അല്ലാഹുവിനെ വിചാരിച്ച് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് എനിക്ക് പറഞ്ഞു തരണം. ചുട്ടുപഴുത്ത ഇരുമ്പ് പഴുപ്പിച്ചെടുത്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് പച്ച കൈയിൽ പിടിച്ച് അതിനെ നിങ്ങൾ വളച്ചൊടിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ അതിനെ നിങ്ങളുടെ സാമഗ്രികളായി അടിച്ചു പരത്തുന്നത്? ഖദ സഅൽതനി ബില്ലാഹി ഫസഉഖ്ബിറുക, ഞാൻ അള്ളാഹുവിനെ വിചാരിച്ച്, നിങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് റബ്ബിനെ മുൻനിർത്തിയിട്ടല്ലേ ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അള്ളാഹിനെ വിചാരിച്ചെന്ന് പറഞ്ഞ പിന്നെ പെട്ടുപോയി, പിന്നെങ്ങനെ പറയാതിരിക്കുക? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ഇതിലേക്ക് തിരിച്ചു വരാം. ഒരു അറാബിയായ മനുഷ്യൻ മദീനയിൽ വന്നിട്ട് അയാളുടെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ മദീനയുടെ തോട്ടങ്ങളുണ്ട്, ഈത്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ്. നടക്കുമ്പോ ഏതോ ഒരാളുടെ തോട്ടമാണിത്. ആ ഈത്തപ്പനയുടെ തൂമ്പ് ഈ ഒട്ടകം കടിച്ചു തിന്നു. ഒട്ടകത്തിന് അറിയില്ലല്ലോ ഇത് തിന്നാൻ പറ്റാത്തതാണ്, വേറെ ആരുടേതാണെന്ന് അറിയില്ലല്ലോ. ഒട്ടകം ഇത് തിന്നു കണ്ടപ്പോൾ തോട്ടത്തിന്റെ ഉടമസ്ഥന് ദേഷ്യം വന്നു. ഈ കൊല്ലന്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാമേ, ഞാൻ പറഞ്ഞിട്ട് പോവല്ലേ, മറന്നാലോ, തിരിച്ചു വരാം, ഒന്ന് ഓർമ്മിപ്പിക്കണേ. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനെ വിചാരിച്ച് അവഖദ